സർ, ഇപ്പോൾ വെയിൽസ്പോഡ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഒരു സാധാരണക്കാരന് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് സാധാരണക്കാരനിൽ നിന്ന് കിട്ടുക? ഒരു സാധാരണക്കാരന് വെയിൽസ്പോട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തുള്ള കടകളിലത്തെ ഓഫേഴ്സ് എല്ലാം കാണാം. പിന്നെ ഈ അടുത്തുള്ള കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കടക്കാരൻ ഇപ്പോൾ റിവാർഡ് പോയിന്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് വാങ്ങി വയ്ക്കാം. ഓക്കെ, ഒരു സാധാരണക്കാരൻ ഒരു മാസത്തിൽ എത്ര തവണ കടകളിൽ കയറുന്നു? അതെ അതെ, എത്ര തവണ കടകളിൽ കയറുന്നു? ഒരുപാട് വട്ടം. ഈ അവൻ ഏത് കടയിൽ കയറണം എന്നുള്ള ചോയ്സിന് അവന് റിവാർഡ് കിട്ടുവാണെങ്കിൽ ആ റിവാർഡ് പോയിന്റ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അവൻ്റെ ഒരു മാസത്തെ യൂട്ടിലിറ്റി ബിൽസ് എന്തെങ്കിലും പേ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ബെനിഫിറ്റാണ്. അതെ, ഒരു മിഡിൽ ക്ലാസ് പോട്ടെ, ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പോലും അതൊരു വലിയ ആശ്വാസമായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. സർ, വെയിൽസ്പോഡ് എന്നാണ്, ഏതൊരു ടൈമിലാണ് ഇത് ശരിക്കും ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ലാസ്റ്റ് ഡിസംബർ. ഓക്കെ, അപ്പം ഇപ്പം ഈ ഒരു ജസ്റ്റ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എത്രത്തോളം ഡൗൺലോഡ്സ് അതിലുണ്ടായിട്ടുണ്ട്? മോർ ദാൻ 5,000 ഡൗൺലോഡ്സ്. മോർ ദാൻ 5,000 ഡൗൺലോഡ്സ് ഉണ്ടായിരുന്നല്ലോ. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ബിക്കോസ് ആ ഒരു ചെറിയ ടൈം സ്പാൻ്റെ ഉള്ളിൽ ഇത്രയും വരുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി വെയിൽസ്പോഡ് കൊടുക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത്രയും കസ്റ്റമേഴ്സിൽ വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ, ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പ് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് വെയിൽസ്പോട്ട് എന്ന കസ്റ്റമർ ആപ്ലിക്കേഷനും വെയിൽസ്പോട്ട് ഷോപ്പ് എന്ന വെൻഡറുടെ ആപ്ലിക്കേഷനും, ഷോപ്പ് ഓണേഴ്സിൻ്റെ ആപ്ലിക്കേഷനും. ഒരു ഷോപ്പ് ഓണർക്ക് അവരുടെ ഷോപ്പ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വെയിൽസ്പോട്ട് ഷോപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഒരു ഷോപ്പ് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ആൾക്ക് ഓഫേഴ്സ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. പിന്നെ റിവാർഡ് പോയിന്റ്സ് കൊടുക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളത് അവന് തീരുമാനിക്കാം, കൊടുക്കാം. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്. പിന്നെ ഈ വെയിൽസ്പോട്ടിലും വെയിൽസ്പോട്ട് ഷോപ്പിലും നമ്മൾ യാതൊരു തരത്തിലുള്ള സെൻസിറ്റീവ് ഡാറ്റാസും നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ബാങ്ക് ഡീറ്റെയിൽസോ അങ്ങനെ ഒരു കാര്യങ്ങളും വാങ്ങിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റമർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഷോപ്പ് ഓണർക്ക് അവൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ അതിലൊന്നും ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെ നമുക്ക് ഷോപ്പിനായാലും രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഒരു കസ്റ്റമർക്കായാലും ഇതിലേക്ക് നമുക്ക് വെയിൽസ്പോട്ടിലേക്ക് കയറാൻ പറ്റും. അവർക്ക് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ഇതിന് പിന്നെ വേറെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് പോലെ യാതൊരുവിധ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ കോമ്പറ്റീറ്റർ ബൈ മന്ത്ലി, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സബ്സ്ക്രിപ്ഷൻ ഫീസ് ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മുടെ കോമ്പറ്റീറ്റർ ബൈ മന്ത്ലി 7,500 റുപ്പീസ് വെച്ച് വാങ്ങിക്കുന്നുണ്ട്. എറണാകുളത്തെ ഒരുവിധം എല്ലാ കടകളിൽ ചെന്നാലും അവരുടെ ബോർഡ് കാണാം. അവർ തരുന്ന സ്റ്റാറും ഇട്ടിട്ട് വാങ്ങി വെച്ച് 2 മാസം കൂടുമ്പോൾ 7,500 രൂപ ചെലവാക്കി ചെയ്യുന്നതാണ്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കസ്റ്റമർ എന്തെങ്കിലും സർവീസോ പ്രൊഡക്റ്റോ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇവരുടെ ആപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോപ്പ് ഓണേഴ്സിനെല്ലാം ലീഡ് വരും. അപ്പോൾ ഈ ഷോപ്പ് ഓണേഴ്സ് എല്ലാം ഒരു കസ്റ്റമറെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് കസ്റ്റമർക്ക് ന്യൂസൻസ് ആണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഇവരുടെ ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ടായിരിക്കും എനിക്ക് വിളി വരുന്നത്. ന്യൂസൻസ് ആണ്. അപ്പം അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഇതൊരു അവേർഷൻ ആയിക്കൊണ്ടുകൊണ്ട് അത് സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞു, ആപ്ലിക്കേഷൻ സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും എറണാകുളത്തുള്ള എല്ലാ ഒരു കടക്കാരും ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റും കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് യൂസ്ലെസ് ആണ്. അപ്പോൾ വെയിൽസ്പോട്ടിൽ ഇതുപോലത്തെ യാതൊരുവിധ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് കാര്യങ്ങളും ഒന്നുമില്ല. ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെയാണ് തീർച്ചയായിട്ടും ഈ രണ്ട് ഗ്രൂപ്പിനെയും ബന്ധിപ്പിച്ചിട്ട് അവർക്കുള്ള ബെനിഫിറ്റ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് അല്ലേ? വെയിൽസ്പോട്ടിന്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതെ, പിന്നെ യാതൊരുവിധ സെൻസിറ്റീവ് ഡാറ്റാസ് ലൈക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. ഓക്കെ സർ, നമ്മുടെ വെയിൽസ്പോട്ടിൽ ഏതൊക്കെ റീജിയൻ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ഷോപ്പ് ഓണേഴ്സും കസ്റ്റമേഴ്സിനും ജോയിൻ ചെയ്യാനും ഈ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും? ഇതൊരു കൺസ്യൂമർ ടെക് ആപ്പാണ്. അപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കിപ്പോൾ പാൻ ഇന്ത്യ ലെവലിൽ കസ്റ്റമേഴ്സും ഉണ്ട്, പിന്നെ ഷോപ്സും ഉണ്ട്. ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റർ ചെയ്യാം. റീറ്റെയിൽ ഷോപ്സ് എവിടെയൊക്കെയുണ്ടോ, കസ്റ്റമേഴ്സ് എവിടെയൊക്കെയുണ്ടോ അവർക്കെല്ലാം
ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വെയിൽസ്പോട്ട്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. സാർ ഒരുപാട് രാജ്യങ്ങൾ 82 രാജ്യങ്ങളോളം സാർ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ചൂസ് ചെയ്തത്? വൈ കേരളം? യെസ്. ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതെ. അപ്പോൾ എന്തിനേയും ആദ്യം ക്രിട്ടിസൈസ് ചെയ്യും മലയാളി. തീർച്ചയായിട്ടും. ക്രിട്ടിസൈസ് ചെയ്ത് അത് നല്ലതാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമാണ് അവരത് അംഗീകരിക്കുള്ളൂ. അതെ. ദാറ്റ്സ് വൈ കേരളം. That's why Kerala. It's a nice answer. നമ്മുടെ നാട്ടിൽ എല്ലാവരും എവിടെ ലാഭം കിട്ടുമോ അവിടെ ചെല്ലുള്ളൂ, അതെ. അല്ലേ? 10 പൈസ എവിടെ ലാഭം കിട്ടുമോ അവിടെ ചെല്ലുള്ളൂ. അതെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉപദേശം തേടി, സാർ ഏത് ട്യൂഷൻ ക്ലാസ്സാണ് ഇരിങ്ങാലക്കുട നല്ലതുള്ളതെന്ന്. അതെ. അത് ചോദിച്ചു. അപ്പോൾ അതിനുശേഷം ആളൊരു എനിക്ക് കട്ട് ആൻഡ് റൈറ്റ് ആൻസറാണ് തന്നത്. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും സ്ട്രക്കായി നിൽക്കുമ്പോൾ ഞാൻ നേരെ ചെല്ലുന്നത് പള്ളിയച്ചന്മാരുടെ അടുത്തേക്കാണ്. അവർ കറക്റ്റ് ക്ലിയർ കട്ട് സൊല്യൂഷൻ പറഞ്ഞു തരും. മോർ ദാൻ പ്രിഫറിങ് ജ്യോതിഷ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, കബഡി നിരത്തി കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കേണ്ടി വരും. അച്ഛന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ടി വരില്ല. ഈ ഫ്രീ ആയിട്ട് ഉപദേശം കിട്ടും, സൊല്യൂഷനും കിട്ടും. ഈ സെയിം ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ. നമുക്ക് ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ ഇന്നോട്ട് നിങ്ങളുടെ യൂട്ടിലിറ്റി ബിൽസ്, മൊബൈൽ റീചാർജസ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വൺസ് അവരത് ചെയ്തു കഴിഞ്ഞാൽ വെയിൽസ്പോട്ട് എവിടെ ചെന്ന് നിൽക്കും? തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തി നിൽക്കും. അതെ. പാൻ ഇന്ത്യ എത്തി നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആപ്പിനെ ആശ്രയിക്കും. ആ ഒരു ആപ്പാണ് വെയിൽസ്പോട്ട്. യെസ്. സോ വെയിൽസ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ച് ഒരുപാട് നമുക്ക് അതിന് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇതല്ലാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് വെയിൽസ്പോട്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ലോക്കൽ ഷോപ്പിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബിൽ പേയ്മെന്റ്സ്, പേ ചെയ്തിട്ട് ബില്ല് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് റിവാർഡ്സ് കിട്ടുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് തന്നെയുണ്ട്. നിങ്ങൾ ഷോപ്പ് ചെയ്തതിൻ്റെ ബില്ല് അപ്ലോഡ് ചെയ്യൂ, അവർ മന്ത്ലി 2 കോടി രൂപയുടെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ടാക്സ് എവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഷോപ്പ് ഓണേഴ്സ് വിത്തൗട്ട് ബില്ല് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബിൽ പേയ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യാണ്. ബില്ല് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് റിവാർഡ്സ് കിട്ടുന്നത്. നമ്മൾ രാജ്യത്തിൻ്റെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിൽ പേയ്മെൻറ്റ്സ് കൂടെ. പിന്നെ ലോക്കൽ എക്കണോമി നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോക്കൽ ഷോപ്പ് ഓണേഴ്സിൻ്റെ ബിസിനസ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതും ഒരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് വെയിൽസ്പോട്ടിനെ കൊണ്ട് നമുക്ക് സൊസൈറ്റിക്ക് ലഭിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇനി വെയിൽസ്പോട്ടിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ആസ് എ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്ന ബിൽസിൽ നിന്ന് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഓക്കെ ഒരു സെർട്ടൺ ഏരിയയിൽ എന്തൊക്കെയാണ് ചിലവാകുന്നത് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ ഒരു ഷോപ്പ് എടുത്തിട്ട് അവിടെ ഷെൽഫിൽ ആവശ്യമില്ലാത്ത പോവാത്ത നോൺ മൂവിങ് അല്ല സ്ലോ മൂവിങ് ഐറ്റംസ് ഇൻവെൻട്രി കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല. അപ്പോൾ ഇത് ഭാവിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു അനാലിസിസ് വിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫീസിബിൾ ആവുമെന്ന് അറിയില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഒരു പ്ലാനിലുള്ളതാണ്. നെക്സ്റ്റ് ഒരു വെഞ്ചർ ആയിട്ട് നമുക്ക് വെയിൽസ്പോട്ടിന് ഇനി വരാൻ പോകുന്നത് അതായിരിക്കും. അതായത് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ നമ്മൾ അതാണ് പ്ലാൻ ചെയ്യുന്നത്. വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. റെസ്റ്റോറൻറ്റ്സ് പോലുള്ള ഷോപ്സ് എല്ലാം ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വേ ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അതെ. അപ്പോൾ ഒരു 30 സെക്കൻഡ് വീഡിയോയ്ക്ക് 15,000 തൊട്ട് 1 lakh വരെ വാങ്ങിക്കുന്നവരുണ്ട്. അതെ. ഓക്കെ, അത് ഒരു എഫക്റ്റീവ് അഡ്വർടൈസിങ് വേ ആണ്. കാരണം അത്രയും റഷ് അവർക്ക് അതിനുശേഷം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പക്ഷെ സെയിം ഒരു സ്ട്രാറ്റജി ഒരിക്കലും ഒരു റീറ്റെയിൽ ഷോപ്പിന് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്.